കൊമേഴ്സ് UGC നെറ്റ് എക്സാമിന് ഇൻകം ടാക്സിൽ നിന്ന് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലായി 5 ഇയറിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്താ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. അതും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഡീപ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മൾക്കിവിടെ MCQ സീരീസ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബേസിക്സ് മുതൽ അതിൻ്റെ ഡീപ്പ് ലെവൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തുടക്കം മുതൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ബേസിക്സ് ക്ലിയർ ചെയ്തിട്ട് ബേസിക്സ് തൊട്ട് തന്നെ നമ്മൾ അതിൻ്റെ ഹയർ ലെവലിലേക്കും ഡീപ്പ് ലെവലിലേക്കും ഒക്കെ പോകും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 came into force with effect from. അപ്പോൾ എന്നാണ് came into force ആയിട്ടുള്ളത്? ഇൻകം ടാക്സ് ആക്ട് അറിയാം നമുക്ക് 1961 ആണ്. അപ്പോൾ അതെന്നാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? came into force എന്നാണ്? ഓപ്ഷൻ 1 April 1962, 31 March 1961, 1 April 1961, none of the above. നമുക്കറിയാം ഒരു ആക്ട് അത് പാർലമെൻറ്റിൽ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഇയറിലാകും അതെന്താ ചെയ്യുക, എഫക്റ്റ് ആവുക അല്ലേ? അപ്പോൾ അത് ഇവിടെ ആക്ട് വന്നിട്ടുള്ളത് 1961 അത് വിത്ത് എഫക്റ്റ് ഫ്രം 1 April 1962. അപ്പോൾ ദ ആൻസർ ഈസ് 1 April 1962. ഓക്കെ, സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the following dash is empowered to levy tax on agricultural income. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ലെവി ചെയ്യാനുള്ള പവർ ആർക്കാണ്? അപ്പോൾ ഇവിടെ സാധാരണ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് കളക്ട് സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് അഗ്രികൾച്ചറൽ ഇൻകം എന്ത് ചെയ്തു, ഒഴിവാക്കി. അഗ്രികൾച്ചറിന് എന്ത് വേണ്ട, ടാക്സ് കൊടുക്കണ്ട. എന്നിട്ട് ആ റൈറ്റ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ലെവി ചെയ്യാനുള്ള കളക്ട് ചെയ്യാനുള്ള അതിൻ്റെ പവറും കൊടുത്തു. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് ലെവി ചെയ്യാനുള്ള പവർ. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the income tax act came into force all over India except Andaman Nicobar, Lakshadweep, Jammu and Kashmir, none of the above. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എഴുതാൻ ചാൻസ് ഉണ്ട്. കാരണം മിക്ക ലോയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. മിക്ക ആക്റ്റും അപ്ലിക്കബിൾ ആകുമ്പോൾ അത് പറയാം എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് അത് ഓൾ ഓവർ ഇന്ത്യയിലും അപ്ലിക്കബിൾ ആണ്, ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ആൻസർ ഈസ് നൺ ഓഫ് ദി എബവ്. അപ്പോൾ ഇങ്ങനെ ഒരു MCQ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ നമ്മൾ അറിയാതെ ബബിൾ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ത്രൂ ഔട്ട് ദി ഇന്ത്യയിൽ അത് അപ്ലിക്കബിൾ ആണ്. പക്ഷെ എന്നാലും ഒരു ജമ്മു കാശ്മീർ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അതൊന്ന് കർപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, amendment by the Finance Act are made applicable from. അപ്പോൾ ഒരു ഫിനാൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതാണ് എന്ത്, ഫിനാൻസ് ആക്ട്. അപ്പോൾ ഫിനാൻസ് ആക്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്ലിക്കബിൾ ആവുന്നത് എന്നാണ് എന്നുള്ളതാണ്. സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഒരു ഫെബ്രുവരിയിലൊക്കെയാണ്, അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കിൽ, ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലാണ് ആ വർഷത്തെ ഫിനാൻസ് ആക്ട് അവതരിപ്പിക്കുക. അങ്ങനെ അത് ഇപ്പോൾ ഈ ഫെബ്രുവരി 2020 ബഡ്ജറ്റ് അവതരിപ്പിച്ചെങ്കിൽ, ഫിനാൻസ് ആക്ട് അവതരിപ്പിച്ചെങ്കിൽ അത് അപ്ലിക്കബിൾ ആകുന്നത് ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഏതാണോ, ദ ആൻസർ ഈസ് ഇതാണ്, ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലുള്ള ആ ഡേയിലാണ്. അപ്പോൾ ഫസ്റ്റ് ഏപ്രിലാണ് അതെന്ത് ചെയ്യുക, അപ്ലിക്കബിൾ ആവുക. ഇപ്പോൾ ഫെബ്രുവരി 2020 അവതരിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അപ്ലിക്കബിൾ ആവുന്നത് ഫസ്റ്റ് ഏപ്രിൽ 2021 എന്നാവും. ഫസ്റ്റ് ഏപ്രിൽ
2021 എന്ത് ചെയ്യുക, അത് അപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, ഇപ്പം ആൻസർ ഈസ് ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the taxpayer liability is determined with the reference to his or her financial status, residential status, both A and B, none of the above. ഇപ്പം ഇവിടെ നമുക്കറിയാം എന്താണ് ആൻസർ, ഓഫ് കോഴ്സ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചാണ് ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് അയാൾ ടാക്സ് കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. അയാൾ ഇവിടെ ഇല്ല എങ്കിൽ അയാൾ ടാക്സ് കൊടുക്കണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ അത് NRIs, ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവർ ജോലി ആവശ്യത്തിന് അങ്ങോട്ട് പോയിക്കാണ്, ഇവിടെ ഇന്ത്യയിലില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നില്ല. അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തിൻ്റെ ബേസിസിലാണ് ടാക്സ് കൊടുക്കുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിൽ. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഏതൊക്കെയാണ്. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഇത് എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഓർഡിനറി റെസിഡൻറ്റ് ആവുക എപ്പോഴാണ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആവുക എപ്പോഴാണ്, നോൺ റെസിഡൻറ്റ് ആവുക എപ്പോഴാണ്. അങ്ങനെ ഇവിടെ ബേസിക് കണ്ടീഷനുണ്ട്, അഡീഷണൽ കണ്ടീഷനുണ്ട് അല്ലേ. ബേസിക് കണ്ടീഷൻസ് 2 ഉണ്ട്. ബേസിക് കണ്ടീഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. അഡീഷണൽ കണ്ടീഷന് 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷനിലെ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് ആയി. ഓക്കെ, ഇനി ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷനിലുള്ള അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് ഓൺലി റെസിഡൻ്റ് ആയി. ഇനി ഒരു ബേസിക് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആയിട്ടില്ല എങ്കിൽ അദ്ദേഹം എന്തായി, നോൺ റെസിഡൻ്റ് ആയി. അപ്പോൾ നോൺ റെസിഡൻ്റ് കേസിൽ അഡീഷണൽ കണ്ടീഷൻസ് എന്തിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ പല രീതിയിലും ഒരു ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഇൻ. ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത് ഏതിനാണ്? അസസ്മെൻറ്റ് ഇയറിൽ. ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്. നമ്മൾ ഇൻകം ടാക്സ് ഇൻകം ഏൺ ചെയ്ത ഇയറിനെ എന്ത് പറയുന്നു? പ്രീവിയസ് ഇയർ എന്നും, അതിന് ടാക്സ് ചാർജ് ചെയ്യുന്ന ഇയറിനെ അസസ്മെൻറ്റ് ഇയർ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് അസസ്മെൻറ്റ് ഇയർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 the following is not included in the definition of person. അപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ ഏതാണ്? പേഴ്സൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 അപ്പോൾ താഴെ പറയുന്നതിൽ പേഴ്സണിൽ പെടാത്തത് ഏതാണ്? ഇൻഡിവിജ്വലി, HUF, കമ്പനി, മൈനർ. നമുക്കറിയാം, സിമ്പിളാണ് ക്വസ്റ്റ്യൻസ്. മൈനറാണ് ആൻസർ. മൈനർ എന്തല്ല? പേഴ്സൺ അല്ല. പേഴ്സൺ ആരൊക്കെയാണ് പേഴ്സണ്? 6 പേഴ്സൺസ് ഉണ്ട് അല്ലേ. ഒന്ന് ഇൻഡിവിജ്വൽ, ദെൻ സെക്കൻഡ് വൺ HUF, then third one firm. അതിൽ ആരും കൂടിയും പെടും? LLPയും കൂടിയും പെടും, LLP. then കമ്പനി, പിന്നെ AOP, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, then BOI. ഒരാൾ കൂടി ഉണ്ട്, 6 അല്ല 7 ആർട്ടിഫിഷ്യലി ജുഡീഷ്യലി പേഴ്സൺ. അങ്ങനെ ഈ 7 പേരാണ് പേഴ്സൺ എന്ന കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ ഏത് അസസി എടുത്തു കഴിഞ്ഞാലും അത് ഈ പേഴ്സണിൽ ഉണ്ടാവും. ഓക്കെ, ഇൻഡിവിജ്വൽ, HUF, ഫേം, കമ്പനി, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അപ്പോൾ ഇവരൊക്കെയാണ് പേഴ്സൺ എന്ന കാറ്റഗറി. അതിൽ എന്തല്ല, മൈനർ ഇല്ല. സോ ആൻസർ ഈസ് മൈനർ ഇവിടെ അല്ലേ. പേഴ്സണിൽ പെടാത്തത് മൈനറാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവരി അസസി ഈസ് എ പേഴ്സൺ. Every assessee is a person and dash. Every assessee is a person and dash. Every person is also an assessee. Every person need not be an assessee. An individual is always an assessee. HUF is always an assessee. അപ്പോൾ every assessee is a person. Every assessee എന്താണ്? പേഴ്സൺ ആണ്. എന്നാൽ every person അസസി ആവണമെന്നൊന്നുമില്ല, നിർബന്ധമില്ല. അപ്പോൾ ആൻസർ ഈസ് എന്താണ്?
every person need not be an assessee. Okay, the next question, year in which income is taxable is known as dash, and year in which income is earned is known as dash. ഓക്കെ, ഓപ്ഷൻ ഉണ്ട് പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, അസസ്മെൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, അസസ്മെൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ, പ്രീവിയസ് ഇയർ. ഇതിൽ ഏതാണെന്നുള്ളതാണ്. നമുക്കറിയാം ഇൻകം ചാർജ് ചെയ്യുന്ന ഇയർ ആണ്. ദ ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഈസ് ടാക്സബിൾ ഈസ് നോൺ ആസ് അസസ്മെൻറ്റ് ഇയർ. ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്, ഇൻകം ഏൺ ചെയ്യുന്ന ഇയറിന് പ്രീവിയസ് ഇയർ എന്നും അതിന് ടാക്സ് ചാർജ് ചെയ്യുന്ന ഇയറിന് അസസ്മെൻറ്റ് ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്തത് അതിന് നമ്മൾ ഏൺ ചെയ്തതിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് ചാർജ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ ആണ്. ഇപ്പം നമ്മൾ ഇൻകം ഏൺ ചെയ്തത് 1920 ഇൻകം ഏൺ ചെയ്തതെങ്കിൽ അതിന് പ്രീവിയസ് ഇയർ എന്നും, ആ പ്രീവിയസ് ഇയറിൻ്റെ ഇൻകത്തിന് ടാക്സ് ചാർജ് ചെയ്യുന്നത് 2021 അതിനെ അസസ്മെൻറ്റ് ഇയർ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. ഇൻകം ഏൺ ചെയ്ത ഇയറിനെ പ്രീവിയസ് ഇയർ എന്നും അതിന് ടാക്സ് ചാർജ് ചെയ്യുന്ന ഇയറിനെ അസസ്മെൻറ്റ് ഇയർ എന്നും പറയുന്നു. അപ്പോൾ ആൻസർ ഈസ് assessment year, previous year. The answer is B. The next question, municipality of Delhi falls under dash category of person. ഏതിൻ്റെ കാറ്റഗറിയിലാണ് പെടുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ പേഴ്സൺ പറഞ്ഞപ്പോൾ ഒരു പേഴ്സണും കൂടി നമ്മൾ വിട്ടു പോയിട്ടുണ്ട്. അവിടെ ലോക്കൽ അതോറിറ്റി എന്നൊരു പേഴ്സണും കൂടിയും അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതിലാണ് ഏത് കാറ്റഗറിയിലാണ് പേഴ്സൺ പെടുക എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണോ, ലോക്കൽ അതോറിറ്റി ആണോ, ഇൻഡിവിജ്വൽ ആണോ, അതല്ല AOP ആണോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ലോക്കൽ അതോറിറ്റി. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻസ്, പഞ്ചായത്തൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ലോക്കൽ അതോറിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പേഴ്സൺ, നമ്മൾ പേഴ്സൺ പറഞ്ഞപ്പോൾ ഒരു ഇത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പേഴ്സൺ ഒന്ന് ഇൻഡിവിജ്വൽ, സെക്കൻഡ് വൺ HUF, ദെൻ ഫേം, പിന്നെന്താണ് കമ്പനി, പിന്നെ AOP ഓർ BOI രണ്ടായിട്ടാണ് പറയുക, അല്ല ഒന്നായിട്ടാണ് പറയാറ്, AOP ഓർ BOI. പിന്നെ ഇതാണ് ലോക്കൽ അതോറിറ്റി, പിന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അങ്ങനെ 7 പേര്. ഓക്കെ, അപ്പോൾ ലോക്കൽ അതോറിറ്റി നമ്മൾ നേരത്തെ വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെ 7 പേരാണ് ഈ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ പെടുക. അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനും ഇതൊക്കെ ലോക്കൽ അതോറിറ്റീൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ, AOP ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ ഓൺലി ആണോ, അല്ല പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ഓൺലി ആണോ, ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് നോൺ ഇൻഡിവിജ്വൽ പേഴ്സൺ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആൻസർ. അപ്പോൾ എന്താണ് AOP നോക്കുക. അപ്പോൾ AOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. AOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ. അപ്പോൾ AOP എന്നാൽ അസോസിയേഷൻ പേഴ്സൺ ആണ്, പേഴ്സൺസ് ഒക്കെ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആൻഡ് ഒരു ഫേമും കൂടി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ഏൺ ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ, ഓക്കെ, ഒരു പാർട്ണർഷിപ്പ് ഡീഡോ അങ്ങനെ ഒരു കമ്പനി കോമൺ സീലോ ഒന്നും ഇല്ലാതാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? AOP എന്ന് പറയും. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഫേം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കമ്പനി അല്ലെങ്കിൽ ഫേം കമ്പനി, അപ്പം അങ്ങനെ മിക്സ് ആയിട്ട് ഡിഫറെൻറ്റ് പേഴ്സൺസ് തന്നെ മിക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെന്നു AOP എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലും ഫേം ആവാം, AOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലും ഫേമും കമ്പനിയും കൂടി ആവാം, അല്ലെങ്കിൽ ഫേമും കമ്പനി ആവാം, അല്ലെങ്കിൽ ഫേമും എന്താ പറയുക ലോക്കൽ അതോറിറ്റിയോ അല്ലെങ്കിൽ HUF ഒക്കെ കൂടിയിട്ടാവാം. അങ്ങനെ മിക്സ് ആയിട്ടുള്ളതിനാണ് എന്ത് പറയുന്നത്? AOP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് നോൺ ഇൻഡിവിജ്വൽ പേഴ്സൺ. അപ്പോൾ ഈ ആൻസർ ഈസ് AOP ഷുഡ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് നോൺ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, BOI. BOI എന്ന് പറഞ്ഞാൽ എന്താണ്? BOI കൺസിസ്റ്റ്, അപ്പോൾ അതിന് BOI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ് BOI എന്ന് പറഞ്ഞത്. അപ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആ വേർഡിൽ നിന്ന് നോക്കുക, ഇൻഡിവിജ്വലിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പോൾ അവിടെ ആര് മാത്രം ഉണ്ടാവുള്ളൂ? ഇൻഡിവിജ്വൽ ഓൺലി. അപ്പോൾ ആൻസർ ഈസ് ഇൻഡിവിജ്വൽ ഓൺലി. ഇവിടെ ശ്രദ്ധിക്കുക, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്നാൽ ഇൻഡിവിജ്വൽ.
അല്ലേ, ഒരു ഇൻഡിവിജ്വൽ 2 ഇൻഡിവിജ്വൽ ഒക്കെ കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതെ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അണ്ടറിലാണ് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ ബോഡി ഓഫ് ഇൻഡിവിജ്വലിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻഡിവിജ്വൽ മാത്രമേ ഉണ്ടാവുള്ളൂ. AOP അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ ഇൻഡിവിജ്വൽ ഉണ്ടാവാം, അതേപോലെ തന്നെ നോൺ ഇൻഡിവിജ്വൽ പേഴ്സൺ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഐ തിങ്ക് ഒരു 10-13 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബേസിക്സ് ആണ്. അങ്ങനെ നമ്മൾ ബേസിക്സ് തൊട്ട് ഇനി അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻകം ടാക്സിൻ്റെ പോർഷനിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.